നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്ന് തോന്നലുണ്ടോ? നമ്മൾ നിരന്തരം ഒരു കാര്യം അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും അള്ളാഹു തആല കേൾക്കുന്നില്ല, ഞാൻ എത്ര ദുആ ചെയ്തിട്ടൊരു കാര്യമില്ല എന്നിങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹദീസ് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആഇന്റെ ഉത്തരം നമുക്ക് പ്രതിഫലിക്കുന്നത് മൂന്ന് തരത്തിലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നുകിൽ അയാൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവോട് ദുആ ചെയ്യുന്നതെങ്കിൽ ആ കാര്യം അള്ളാഹു തആല പെട്ടെന്ന് അതിന് മറുപടി കൊടുക്കും. അതായത് അവൻ ചോദിച്ച കാര്യം, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു തആല പെട്ടെന്ന് സ്വീകരിച്ച് അവൻ ചോദിക്കുന്ന കാര്യം അള്ളാഹു തആല പെട്ടെന്ന് കൊടുക്കും. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ അതിന് മറുപടി കിട്ടുന്ന മറ്റൊരു തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം അള്ളാഹു തആല നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കും. ദുനിയാവിനേക്കാൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ദുനിയാവിനേക്കാൾ നമ്മൾ സുഖസുന്ദരമായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പാരത്രിക ലോകത്തേക്ക് അവൻ്റെ ആ പ്രാർത്ഥനയുടെ ഉത്തരം അള്ളാഹു തആല മാറ്റിവെക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒന്നുകിൽ അവൻ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് മുത്തനബി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, അവന് എന്താണോ ചോദിച്ചത് അതുപോലത്തെ ഒരു വലിയ വിപത്ത്, അവൻ ചോദിച്ചൊരു അനുഗ്രഹമാണെങ്കിൽ അതിനോട് സമാനമായ ഒരു വലിയ വിപത്ത് അള്ളാഹു തആല അവരിൽ നിന്ന് വിട്ട് തടുത്ത് കളയുമെന്നാണ്. അതായത് വലിയൊരു വിപത്ത്, ഒരു പക്ഷേ അവർക്ക് വലിയ ദുരന്തം സംഭവിച്ചേക്കാവുന്ന, അവൻ്റെ കൈക്കോ കാലുകൾക്കോ ശാരീരിക അവയവങ്ങൾക്കോ ഒക്കെ നാശനഷ്ടങ്ങൾ വന്നേക്കാവുന്ന, അല്ലെങ്കിൽ ജീവന് തന്നെ ഹാനി വരുന്ന വലിയ പ്രശ്നങ്ങളുടെ മുഖത്തിൽ നിന്ന്, ദുരന്ത മുഖത്തിൽ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയേക്കാം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതിനൊക്കെയുള്ള ഉത്തരം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥനയുടെ രൂപം പറയുന്നത്, നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് കുടുംബ ബന്ധം മുറിക്കലോ അല്ലെങ്കിൽ നമ്മൾ കുറ്റകരമായ കാര്യങ്ങൾ അല്ലാത്തതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു തആല ദുആ സ്വീകരിക്കുന്നത്. നമ്മുടെ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കണം. അപ്പോഴാണ് അള്ളാഹു തആല ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ തരുന്നത്. അള്ളാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകളെ അള്ളാഹു തആല സ്വീകരിച്ച് നമുക്ക് ഉത്തരം ചെയ്യുന്നവരെ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.